കേരളത്തിൽ ഗവൺമെൻറ് ഹിജാബ് ധരിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമായിട്ട് വേണം ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതസ്വാതന്ത്ര്യത്തിൽ വ്യക്തികൾക്കുള്ള അവകാശങ്ങൾ, അതായത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള മതസ്വാതന്ത്ര്യം, അതിൽ പറയുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി. അതായത് പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ മൊറാലിറ്റിയാണ്. അതും ബാക്കി ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന തുല്യത, സമത്വം, വിവേചനരഹിതമായിട്ടുള്ള സമൂഹം, ഇതുപോലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റിനെല്ലാം വിധേയമായിട്ട് മതസ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഇതേ ഭരണഘടന തന്നെയാണ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം ആർട്ടിക്കിൾ 30 വിഭാവന ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 30 സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. വളരെ വിപുലമായ അധികാരങ്ങളാണ് മൈനോറിറ്റിക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സാധാരണ വ്യക്തികൾക്കുള്ളതിൽ ഒരു പടി കൂടെ കൂടിയതാണ്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം എന്നാണ് ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിൽ വേണ്ടത്ര തുല്യത ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നുള്ള ധാരണയുടെ പുറത്താണ് ഇത് ഉറപ്പുവരുത്തിയിരിക്കുന്നത്.